നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഈ ഇടയ്ക്കാണ് എൻ്റെ സെക്കൻഡ് നോസ് പിയേഴ്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ ഗൺഷൂട്ട് ആയിരുന്നില്ല, മാനുവലി തന്നെയായിരുന്നു ഈ ഒരു നോസ് പിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നോസ് പിയേഴ്സിങ് ചെയ്ത സമയത്ത് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു നൈറ്റ് മാത്രം കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു, ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അത് നോർമലി ആ ഒരു പെയിനെല്ലാം എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിന് ശേഷം ഒരു 1 വീക്ക്, ആഫ്റ്റർ 1 വീക്ക് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഒരു ഔട്ട് ഓഫ് സ്റ്റേറ്റ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ബൈ ട്രെയിനിലായിരുന്നു ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൂടാതെ അതിന് ശേഷം ഞാനൊരു മാരേജ് ഫംഗ്ഷൻ കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ നമുക്കറിയാലോ, നമ്മൾ ഈ നോസ് പിൻ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് അതങ്ങനെ ഹീലാവില്ല, കംപ്ലീറ്റ് ഹീലായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളത് കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ ഞാൻ ഇനീഷ്യലി ഞാൻ എല്ലാ ടേക്ക് കെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സോൾട്ടും അതുപോലെ തന്നെ നമ്മൾ സോൾട്ട് വാട്ടർ മിക്സ് ചെയ്തിട്ട് ഡ്രോപ്പ് എല്ലാം ഒഴിച്ച് ഭയങ്കര ക്ലീൻ എല്ലാം ഹൈജീനായിട്ട് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇടയിലൊരു ട്രാവലും ചെയ്യേണ്ടി വന്നു, ഒരു 1 വീക്ക് ട്രാവലും വേണ്ടി വന്നു. പിന്നെ ഒരു മാരേജ് ഫംഗ്ഷൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു മേക്ക് ഓവർ എല്ലാം ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു സെറ്റിംഗ് സ്പ്രേയിൽ അടിക്കുമല്ലോ. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാം ആകാതെ സൂക്ഷിക്കും. പക്ഷേ നല്ലൊരു മേക്കപ്പ് സ്പ്രേ നമ്മൾ സെറ്റിംഗ് സ്പ്രേയിൽ അടിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ നോസ് പിയേഴ്സ് ചെയ്തതിൻ്റെ അവിടെയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതിന് ശേഷം തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഒരു ബമ്പ് വന്നു, ഈ ഒരു നോസിൻ്റെ മേലെ ഒരു ബമ്പ് വന്നു. പിന്നെ നന്നായിട്ട് അവിടെ നിന്ന് ജസ്റ്റ് റെഡ്നെസ് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ അറിയാലോ, നോസ് പിയേഴ്സ് ചെയ്ത് അവിടെ ഉള്ള ഒരു പ്രശ്നങ്ങളെല്ലാം ഇൻഫെക്ഷൻസ് ഒക്കെ ആവാൻ തുടങ്ങി. അപ്പോൾ അന്നേരം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി. ഇനി ഒരുപാട് ഇങ്ങനെ ഇതാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കാര്യങ്ങളെല്ലാം റെഫർ ചെയ്തിട്ട് ഞാനൊരു ഓയിൻമെൻറ്റ് വാങ്ങിച്ചു. ഓയിൻമെൻറ്റ് അല്ല, ഒരു ക്രീം വാങ്ങിച്ചു. ഫ്യൂസിഡൈൻ എന്ന് പറഞ്ഞൊരു ഫ്യൂസിഡിക് ആസിഡ് ക്രീം, ഫ്യൂസിഡൈൻ ക്രീം എന്ന് പറയും. ഇതാണ് സംഭവം. ഈ ഒരു സാധനം ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ ഒരു സംഭവം പർച്ചേസ് ചെയ്തിട്ട് ഒരു 1 ഡേ, ഒരു ഡേയും ഒരു ഡേ അല്ല, ഒരു നൈറ്റ് എല്ലാം ഞാനത് അപ്ലൈ ചെയ്തിട്ട് കിടക്കും. നെക്സ്റ്റ് ഡേ അതൊന്ന് ജസ്റ്റ് നല്ലൊരു വെള്ളം യൂസ് ചെയ്തിട്ട് അതൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഈ സൈഡിലുണ്ടായിരുന്ന ബമ്പെല്ലാം പോയി. പെട്ടെന്ന് തന്നെ ഒരു റിക്കവർ ഉണ്ടായിട്ടോ. നമുക്ക് നോസിൽ വേറെ ഇൻഫെക്ഷൻസ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മാറി. ഞാൻ ഫ്യൂസിഡൈൻ്റെ ഒരു ഓയിൻമെൻ്റ് ആണ് വീഡിയോസിലെല്ലാം പറയുന്നത്. ഞാൻ ഓയിൻമെൻറ്റ് നോക്കിയപ്പോൾ ഒരു ക്രീമാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടും സെയിം യൂസ് തന്നെയാണെന്നാണ് പറഞ്ഞിട്ടാണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. നമ്മൾ പെട്ടെന്ന് തന്നെ എൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പെയിന് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ബമ്പെല്ലാം മാറി കിട്ടി. അല്ല, ഭയങ്കര സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് ഇൻ കേസ് ചെറിയൊരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ.